സുപ്രഭാതം. ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പം കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ മാസം ഒരു സുഹൃത്തിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം ഒരു പഴയ ഫയൽ എടുത്ത് കാണിച്ചു. അതിൽ കുറച്ച് രേഖകളും കുറിപ്പുകളും ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വില കൂടിയ പഠനമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച ഒരാൾ എന്നെ വഞ്ചിച്ചു. പണം നഷ്ടപ്പെട്ടു. അതിനേക്കാൾ കൂടുതൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാൻ കരുതിയത് ഇനി അദ്ദേഹം ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമെന്നാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നായിരുന്നു. അന്ന് എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം പണമല്ലായിരുന്നു. മാസങ്ങളോളം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കളഞ്ഞ സമയമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ, ചിലപ്പോൾ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ, ചിലപ്പോൾ ബന്ധങ്ങളുടെ കാര്യത്തിൽ, ചിലപ്പോൾ നമ്മൾ ഹൃദയം തുറന്ന് വിശ്വസിച്ച ആളുകളുടെ കാര്യത്തിൽ. വേദന ഉണ്ടാകുന്നത് നഷ്ടം കൊണ്ടല്ല, ഇയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. കാരണം പലപ്പോഴും നമ്മളെ പറ്റിക്കുന്നത് ദൂരെയുള്ളവരല്ല, നമ്മുടെ കൂടെ നിന്നവരാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തവരാണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഒരാൾ നമ്മളെ പറ്റിച്ച ശേഷം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു ആരാണ്? ആ വ്യക്തിയോ? അല്ല, പലപ്പോഴും അത് നമ്മുടെ സ്വന്തം മനസ്സാണ്. കാരണം സംഭവം കഴിഞ്ഞിട്ടും നാം അതിൽ ജീവിച്ചു കൊണ്ടിരിക്കും. എന്തുകൊണ്ട് ഞാനത് തിരിച്ചറിഞ്ഞില്ല? എന്തുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിച്ചു? എന്തുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്തു? ഈ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ ആവർത്തിക്കും. സംഭവം ഒരിക്കൽ മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അതിനെ 100 കണക്കിന് തവണ വീണ്ടും ജീവിക്കും. ഒരു ദിവസം ഞാൻ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ കാഴ്ച കണ്ടു. ഒരു കുട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയായിരുന്നു. അവൻ വീണു, മുട്ട് ചെറുതായി മുറിഞ്ഞു, കരഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും സൈക്കിളിൽ കയറി. അവൻ അവിടെ ഇരുന്ന് വീണതിനെക്കുറിച്ച് വിലപിച്ചില്ല. അവൻ ശ്രദ്ധിച്ചത് അടുത്ത തവണ എങ്ങനെ വീഴാതിരിക്കാം എന്നതായിരുന്നു. ആ കാഴ്ച എന്നെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. ജീവിതം മുന്നോട്ട് പോകുന്നത് നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ചല്ല, പാഠങ്ങളെക്കുറിച്ച് ചിന്തിച്ചാണ്. ഒരാൾ നമ്മളെ പറ്റിച്ചാൽ അതിൽ നിന്ന് 2 കാര്യങ്ങൾ ലഭിക്കും. ഒന്ന് മുറിവ്, മറ്റൊന്ന് പാഠം. മുറിവ് മാത്രം എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ കയ്പുള്ളവരാകും. പാഠം കൂടി എടുത്താൽ നമ്മൾ വിവേകമുള്ളവരാകും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾ നമ്മളെ വഞ്ചിച്ചു എന്നതുകൊണ്ട് എല്ലാവരെയും സംശയിക്കേണ്ടതില്ല. ഒരു തെറ്റായ അനുഭവം മുഴുവൻ മനുഷ്യരാശിയുടെ സ്വഭാവമല്ല. വീണ്ടും വിശ്വസിക്കണം, പക്ഷെ കൂടുതൽ ബുദ്ധിപൂർവം. വീണ്ടും സ്നേഹിക്കണം, പക്ഷെ കണ്ണടച്ചല്ല. വീണ്ടും അവസരങ്ങൾ നൽകണം, പക്ഷേ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ട്. ജീവിതത്തിലെ പക്വത എന്നത് ഒരിക്കലും പറ്റിക്കപ്പെടാതിരിക്കുക എന്നതല്ല, അത് അസാധ്യമാണ്. പക്വത എന്നത് ഓരോ അനുഭവവും നമ്മെ കുറച്ചുകൂടി ബുദ്ധിമാനാക്കുക എന്നതാണ്. കാരണം ലോകത്തിൽ ഏറ്റവും വില കൂടിയ വിദ്യാഭ്യാസം ചിലപ്പോൾ പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്നതല്ല, മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇന്ന് നിങ്ങളെ ഒരു ചിന്തയിലേക്ക് ക്ഷണിക്കട്ടെ. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളെ ഓർക്കൂ, നിങ്ങളെ പറ്റിച്ച ഒരാളെ ഓർക്കൂ. അവരിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ് എന്ന് ചോദിക്കരുത്. അവരിൽ നിന്ന് നിങ്ങൾ പഠിച്ചത് എന്താണ് എന്ന് ചോദിക്കൂ. കാരണം ആ ഉത്തരം നിങ്ങളുടെ ഭാവിയെ സംരക്ഷിച്ചേക്കാം. അവസാനം ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. കൂടെ നിന്ന് പറ്റിക്കുന്നവരുണ്ടാകും, അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഒരു തെറ്റ് ജീവിതത്തെ നിർവചിക്കേണ്ടതില്ല. പറ്റിപ്പോയി എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുക നമ്മെ ഭൂതകാലത്തിൽ പൂട്ടും. വീണ്ടും പറ്റിക്കപ്പെടാതിരിക്കാൻ പഠിക്കുക നമ്മെ ഭാവിയിലേക്ക് നയിക്കും. മുറിവുകൾ ഓർമ്മകളാകട്ടെ, പക്ഷെ പാഠങ്ങൾ ജ്ഞാനമാകട്ടെ. അപ്പോഴാണ് വഞ്ചന പോലും നമ്മുടെ വളർച്ചയുടെ ഭാഗമാകുന്നത്. ഇന്നത്തെ ദിവസം വെറുതെ കടന്നു പോകുന്ന മറ്റൊരു ദിവസമാകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും സൃഷ്ടിക്കുന്ന ദിവസമാകട്ടെ. ഏറ്റവും ഫലപ്രദമായ ഒരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സുപ്രഭാതം. സന്തോഷത്തോടെ ഇരിക്കൂ, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകൂ. നാളെ വീണ്ടും ഒരു പുതിയ ചിന്തയുമായി മോർണിംഗ് മന്ത്രയിൽ കാണാം. നന്ദി.